നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ പിഴവ് മാത്രമല്ല ചികിത്സാ നിഷേധവും നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ശാന്ത എന്ന് പറയുന്ന ഈ ചേച്ചി. കഴിഞ്ഞ 28-ാം തീയതിയാണ് ഇവരുടെ ഭർത്താവിന് സ്ട്രോക്ക് വന്നത്. ആദ്യം അടിമാലി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും എത്തിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് സർജറി അല്ലാണ്ട് വേറെ യാതൊരു പോംവഴിയും ഇല്ല. സർജറി ചെയ്യണമെങ്കിൽ 41ാമത്തെ സർജറി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1.5 മാസത്തോളം ഇവിടെ കിടക്കണം. സർജറി ആ 1.5 മാസത്തിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ സർജറിയോട് കൂടി എന്തെങ്കിലും സംഭവിക്കാം. സർജറി കഴിഞ്ഞ് മാസങ്ങളോളം കോമ സ്റ്റേജിൽ കിടക്കാം. അത്രയും നാളൊന്നും ഈ അപ്പത്തം കിടക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സർജറി 41ാമത്തെ സർജറി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1.5 മാസം ഇവിടെ കിടക്കണം. ഇത്രയും വയ്യാത്തൊരു മനുഷ്യനെ കൊണ്ട് 1.5 മാസം ഞാൻ എങ്ങനെ ഇവിടെ കിടക്കും? ഒന്നാമത്തെ കാര്യം 2 പേര് 3 പേര് അവിടെ വേണം. എഴുന്നേക്കാൻ നനങ്ങാൻ പോലും വയ്യാത്ത ആ മനുഷ്യനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അടിമാലി ആശുപത്രിയിലോട്ട് പോയിക്കോളാൻ പറഞ്ഞ് അടിമാലിക്ക് എഴുതി തന്നു. അടുത്ത ദിവസം അടിമാലി വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ICU സൗകര്യം ഒന്നുമില്ല, നിങ്ങൾ പൈനാവിന് പോയിക്കോളാൻ പറഞ്ഞു. പൈനാവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 6 ദിവസം അവിടെ കിടന്നു. 6 ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സർജറി ഒന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടെ കിടക്കണേ, വീട്ടിൽ പൈനാവിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് ഒന്നാമത്തെ കാര്യം വഴി സൗകര്യം ഇല്ല, വീട്ടിൽ വണ്ടി വരത്തില്ല. ഒന്നാമത്തെ വീട്ടിൽ ചുറ്റുവട്ടത്തും ഒരു മനുഷ്യനില്ല, എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്നവരാരും കാണത്തില്ല. അത് കാരണം വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചിത്രപുരത്തിന് എഴുതി തന്നു. ചിത്രപുരത്ത് 5 ദിവസം കിടന്നു. 5 ദിവസം കിടന്നു കഴിഞ്ഞപ്പം ഒത്തിരി കൂടുതലായി, ശ്വാസം വിടാൻ പോലും വയ്യാത്തൊരവസ്ഥയായി, തീർത്തും അങ്ങ് ബുദ്ധിമുട്ടായി. അപ്പോൾ അവർ പറഞ്ഞു പൈനാവിനെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈനാവിന് വേണ്ട, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് തന്നേരം ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടുപോകോളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് അടിമാലി മോണിസ്റ്റാറി കൊണ്ടുവന്നത്. മോണിസ്റ്റാറി കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തലയുടെ ഡോക്ടർ ഉള്ളിടത്ത് പോക്കൂ, തലയുടെ ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ, അല്ലാതെ വേറെ പോംവഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, തൊടുപുഴ ആശുപത്രിക്ക് വന്നത്. വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു സർജറി ചെയ്തേ പറ്റൂ, അല്ലാണ്ട് വേറെ പോംവഴിയൊന്നും ഇതിനില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സർജറി കഴിഞ്ഞു, എത്ര രൂപ ചിലവായി? ഇപ്പോൾ 5 ലക്ഷം രൂപ കഴിഞ്ഞു. 6 ദിവസം കിടന്ന് സുഖമാകുമ്പോൾ വീട്ടിൽ പോകാം, വീട്ടിൽ പോയിട്ട് അടുത്ത സർജറി വരെ. ഇപ്പോൾ ഇന്നലെ ഒരു സർജറിയും കൂടെ കഴിഞ്ഞു. തലയൊട്ടി മാറ്റി വെച്ചേക്കുക, ഇപ്പോൾ മാറ്റി വെച്ചിട്ട് ഈ ഭാഗം മാറ്റി വെച്ചിട്ട് അടുത്ത സർജറി 1 മാസം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വരണം. ഒരു നിവൃത്തിയില്ല, പൈസ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. സുമനസ്സുകളായിട്ടുള്ള ആളുകൾ സഹായിച്ചാൽ മാത്രമേ ഇവരുടെ ഭർത്താവിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയൂ. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി.